ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് നെയ്യാർ ഡാം, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം കാണാനാണ്. നെയ്യാർ ഡാമിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണാനാണ്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. തിരുവോണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. ഇത് എൻട്രൻസാണ്. എൻട്രൻസിലെത്തിയപ്പോൾ തന്നെ രണ്ട് ടെഡി ബിയേഴ്സ് ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും അതിൽ ഒരു ടെഡി ബിയറിൻ്റെ അടുത്ത് പോയി ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഇതിന് മുമ്പേയും നെയ്യാർ ഡാമിൽ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഒന്നിലെ കൂടുതൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സ്കൂൾ കുട്ടികളോ അല്ലെങ്കിൽ കൂടുതലും സ്കൂൾ കുട്ടികൾ തന്നെയായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് കുട്ടികളല്ലാതെ സ്കൂൾ കുട്ടികളൊന്നുമില്ല, ലീവായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ, ഞാൻ ഇത്രയധികം ആൾക്കാരെ ഞാൻ നെയ്യാർ ഡാമിൽ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ ഇങ്ങനെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഞാൻ വന്നിട്ടില്ല. ഇവിടെ ഒരുപാട് സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊരു പൂളാണ്. ഒരുപാട് ഫിഷസൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ അതൊക്കെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അതിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കറുത്ത ഫിഷാണ് കേട്ടോ. ഒരേ ഒരു കറുത്ത ഫിഷേ അതിലുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഈ ഗാർഡൻ്റെ സൈഡിൽ കൂടെ നടന്ന്, അതായത് നമുക്കിവിടെ എത്തുമ്പോൾ തന്നെ നെയ്യാർ ഡാം കാണാൻ പറ്റും. പാലരുവി പോലെ ഒഴുകുന്ന നെയ്യാർ ഡാം നമുക്കിവിടെ വെച്ച് കാണാൻ പറ്റും. ഐ ലവ് നെയ്യാർ, ദിസ് ഇസ് ദ ഗ്രേറ്റ് നെയ്യാർ ഡാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നെയ്യാർ ഡാമിൻ്റെ അടുക്കലേക്ക് നടക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ ആകെയുള്ള ഒരു എന്താ പറയുക, മൂഡ് മൊത്തത്തിലൊന്ന് ചേഞ്ചായി. കണ്ടില്ലേ? കാരണം ഈ 4 ഷട്ടറും ഓപ്പണായി, വെള്ളം വളരെ ഫോഴ്സായിട്ട് ഒഴുകുകയാണ്. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് വെള്ളം വരുന്ന പോലെ തോന്നും. പക്ഷേ അത്രയ്ക്കൊന്നുമില്ല. ഇത്രയും ഫോഴ്സിൽ വരുന്നത് കൊണ്ടുള്ള നമുക്ക് താഴെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അത്രയ്ക്ക് വെള്ളം ഒഴുകി വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ കൈവേലിയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഞങ്ങൾ അത് എൻജോയ് ചെയ്തു. ഈ 4 ഷട്ടറിൻ്റെയും 2 സൈഡിലായിട്ട് സ്പിൽവേ ഉണ്ട്. സ്പിൽവേ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. സ്പിൽവേയിൽ നിന്ന് നല്ല ഫോഴ്സായിട്ട് വെള്ളം, ഇതാണ് സ്പിൽവേ. കണ്ടില്ലേ? ഇത്രയും ഫോഴ്സായിട്ടാണ് വെള്ളം വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നല്ല ശബ്ദമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ നിന്നും നല്ല തണുത്ത കാറ്റ് വരും. നല്ല തണുത്ത കാറ്റ് വെള്ളത്തിൻ്റെ കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് ഡ്രോപ്സ് എല്ലാം, വെള്ളത്തിൻ്റെ ഡ്രോപ്സ് ഒക്കെ നമ്മളെ മുഖത്ത് തെറിക്കും. പക്ഷേ നല്ല പണി കിട്ടി. എനിക്ക് എൻ്റെ മോനും പനി വന്നു. പക്ഷേ നല്ലപോലെ എൻജോയ് ചെയ്തു ഞങ്ങൾ. അനിയത്തിയും അനിയനും ടൈറ്റാനിക് കളിക്കുകയാണ്. അത്രയ്ക്ക് നല്ല രസമാണ് കേട്ടോ. തണുത്ത കാറ്റാണ്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ അവിടെ മൊത്തം പടിക്കെട്ടുകളാണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുകളിൽ കയറിപ്പോകാനുള്ള പടിക്കെട്ടുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പടിക്കെട്ട് കയറിയാണ് മുകളിലെത്തിയത്. അവിടെ കുറച്ച് മുയലുകളും പ്രാവുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാണാനില്ല, കുറച്ച് മുയലും കുറച്ച് പ്രാവും. അവിടെ നിന്ന് നേരെ അടുത്ത പടിക്കെട്ടിലോട്ട് കയറുകയാണ്. ഇതിപ്പോൾ കുട്ടികൾ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടെ ആളുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര എൻജോയ്മെൻറ്റാണ്. ചേട്ടനും അനിയനും ഉണ്ട്. താഴെയാണെങ്കിൽ ചേച്ചി അനിയത്തിയും ഉണ്ട്. അതിന് ഞങ്ങൾ ചേച്ചി അനിയത്തിയും. അങ്ങനെ ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. മുകളിൽ കയറി കുറേ കയറാനുണ്ട്. കയറി മുകളിൽ വരുമ്പോൾ ഉള്ള കാഴ്ചയാണത്. കണ്ടില്ലേ? ഡാമിൻ്റെ ഏറ്റവും മുകളിലത്തെ ബ്രിഡ്ജ് കണ്ടില്ലേ? അവിടെ നമുക്ക് കയറാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇരിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ. ഞങ്ങൾ വീണ്ടും പടിക്കെട്ട് കയറി മുകളിൽ വരെയാണ്. ഒരു ആൻറ്റി ഭയങ്കര ഒരു തളർന്നിരിപ്പാണ്. അത് കഴിഞ്ഞ് പടിക്കെട്ട് കയറി മുകളിൽ വരുമ്പോഴുള്ള കാഴ്ചയാണിത്. ഞങ്ങൾ പോയി കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. അവിടെ നിന്ന് കഴിച്ചില്ല. ഞങ്ങൾ നേരെ ഡാമിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബ്രിഡ്ജ്, അതിൻ്റെ മുകളിലോട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒന്ന്
എൻജോയ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് നേരെ നടന്ന് നീങ്ങി. അതായത് നമ്മൾ 4 ഷട്ടർ കണ്ടില്ലേ, 4 ഷട്ടറിൻ്റെ മുകളിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഇതാണ് ഷട്ടർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാനുള്ള കവാടം. അവിടെ നിന്നും വീണ്ടും ഞങ്ങൾ മുകളിലോട്ട് കയറിയപ്പോഴുള്ള കാഴ്ചയാണിത്. ഇവിടെയാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും രസമുള്ളത്. എത്ര സമയം വേണോ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റാണ് കാണാൻ വന്നതെങ്കിലും ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇനിയിപ്പോൾ ഞങ്ങൾ പോയതിന് ശേഷം ഒരു 6 o'clock 6:30 ഒക്കെ ആയപ്പോഴാണ് അത് അറേഞ്ച്മെൻറ്റ് അവർ എല്ലാം ഓൺ ചെയ്യാൻ തുടങ്ങിയത്. അതുവരേക്കും ഞങ്ങൾ ഈ ഡാമിൽ ഇവിടെ ഉള്ള ഈ വെള്ളമാണ് നമ്മൾ ഒരു ഷട്ടർ വഴി പുറത്തോട്ട് ഒഴുകുന്നത്. നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. എന്ത് രസമാണെന്നറിയാമോ? ഇത് അവിടെ തന്നെ ഉള്ള ഒരു എന്താ പറയുക, കാരണം പില്ലർ പോലെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സ്റ്റെയർ കേസ് വഴി നമുക്ക് മുകളിലോട്ട് കയറാം. അവിടെ നിന്ന് നോക്കുമ്പോൾ ഫുൾ വ്യൂവും കിട്ടും നമുക്ക്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല, കുട്ടികൾ മാത്രമേ കയറിയുള്ളൂ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നതിൻ്റെ സന്ധ്യാസമയം ആയപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയാണ് കാണാൻ. സന്ധ്യാസമയം അവിടെ കാണാൻ വളരെ ഭംഗിയാണ്, കണ്ടില്ലേ? പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് ഈ സന്ധ്യ സമയത്ത് ആകാശം കാണുമ്പോൾ ഈ നിറമൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ തോന്നും, കൊച്ചുകുട്ടികളെ പോലെ. ഇപ്പോഴാണ് അവിടെ ലൈറ്റെല്ലാം ഓൺ ചെയ്തത്. ഞങ്ങൾ കുറേ സമയം ഇവിടെ തന്നെ നിന്ന് വ്യൂ ചെയ്തു. 2 ഭംഗിയാണ്. ഒരു സൈഡ് ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒരു സൈഡ് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റും. അങ്ങനെ ഞങ്ങൾ വീണ്ടും താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. വന്ന വഴിയെ തന്നെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. രാത്രിയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ. പകൽ നമുക്കറിയാൻ പറ്റില്ല ഇത്രയും അറേഞ്ച്മെൻറ്റ്സ് അവിടെ നടന്നിട്ടുണ്ടെന്ന്. കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട സ്പിൽവേ ആണ്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഇത് നമ്മുടെ ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളം. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അതിനോടനുബന്ധിച്ചും കൂടെ ആയിരിക്കാം സാഫ്രൺ വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിലാണ് വെള്ളം ഒഴുകുന്നത്. ഞങ്ങളവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് നീങ്ങിയപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, അതാ നിൽക്കുന്ന ആളിനെ അറിയാമോന്ന്. ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ അൽ ഫുഡി സൂരജ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, സെലിബ്രിറ്റിയാണ് അദ്ദേഹം. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിച്ചെന്ന് നിന്ന് ഫോട്ടോയും വീഡിയോയും എടുത്തു. അങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. വീഡിയോസും ഭയങ്കര ഇഷ്ടമാണ്, നല്ല വീഡിയോസാണ്. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതായാലും നമുക്കതൊക്കെ കാണുമ്പോൾ നമുക്കും മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ഒരു ചിന്ത വരും. സഹായിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പോലും സഹായിക്കണമെന്നൊരു ചിന്തയും കരുണയും മറ്റുള്ളവരുടെ അടുത്ത് തോന്നും. അങ്ങനത്തെ വീഡിയോസാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓടിച്ചെന്ന് വീഡിയോസ് എടുത്തത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ചു. പുറത്തിറങ്ങി. ടാറ്റാ, ബൈ ബൈ, സീ യു.